അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ ലൊക്കേഷൻ തേടി ഞങ്ങൾ എത്തിയത് ഒരു അണക്കെട്ടിന്റെ അടുത്തായി. ഇനി ഇവിടുന്നൊക്കെ ഫോട്ടോ എടുക്കാനാവും നോക്കിയപ്പോഴാണ് ദാ ആ ഒരു സ്റ്റെപ്പ്. അവിടെ കയറി ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും, പക്ഷെ സ്ലിപ്പായി പുഴയിൽ വീണ അത്ര അടിപൊളിയായിരിക്കും. അപ്പൊ പിന്നെ അവിടെ തന്നെ അടുത്ത സ്പോട്ട് നോക്കട്ടെ. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു മരമാണ്. ഇതിന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനും നല്ല രസമുണ്ട്, പക്ഷെ അതും പുഴയിൽ തന്നെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ കയറി നിൽക്കാനാണെങ്കിൽ ഒരു സ്ഥലവും അവിടെ ഇല്ല. അത് ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറയതാ നീ ഇപ്പൊ നടന്നു പോകുന്നതിന്റെ തൊട്ട് സൈഡിൽ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. അങ്ങനെ ഒരു സാധനയെ അവിടെ ഉണ്ടെന്ന് തോന്നാത്ത രീതിക്കുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലത്ത് പണ്ട് എൻ്റെ ചെറുപ്പത്തിലാണ്, ഇപ്പോൾ കുറേ കാലമായി പൊളിഞ്ഞു വരും. ചായക്കട, റേഷൻ പീടി അങ്ങനത്തെ എന്തെല്ലാം സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ, അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടുത്തെ റേഷൻ കടയും ചായക്കടയും ഒക്കെ പണ്ട് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അങ്ങനെ അവിടെ കണ്ട സ്പോട്ടൊക്കെ അടിതെറ്റിയ വെള്ളത്തിലാണല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ നടക്കുമ്പോഴേ തുമ്പപ്പൂ, അങ്ങനെ 2 തുമ്പപ്പൂവൊക്കെ പറിച്ച് ഞങ്ങൾ നേരത്തെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു നടന്നു. പോകുന്ന വഴിക്കൊക്കെ കുറെ പേര് മീൻ പിടിക്കുന്ന കണ്ടിട്ട് ചാർജ് ആയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു ഇത് വന്നു. അങ്ങനെ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ കണ്ട പട്ടിക്കുട്ടനെ നമ്മൾ ഒന്നുകൂടി കണ്ടുമുട്ടി. ഇപ്രാവശ്യം മൂപ്പർ എന്നെ ഒന്ന് മണത്തൊക്കെ നോക്കുന്നുണ്ട്. തൊട്ട് വിറകെ വന്ന ഇവനെയും മണത്തൊക്കെ നോക്കിയിട്ടുണ്ട്. ഇവരും മണത്തൊക്കെ നോക്കിയിട്ട് മൂപ്പർ കടത്തി വിടും. അങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം ശരി.